ഇത് എൻ്റെ പ്രിയ സുഹൃത്ത് സലാമിൻ്റെ വീട്ടിൽ മീൻ പിടിക്കാൻ വന്നപ്പോഴൊരു വീഡിയോ ആണ്. ഇതിന് ലൈവൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മഴ പെയ്തതിൻ്റെ അന്ന് രാത്രിയിൽ ഒരുപാട് മീനോടെ കയറി. അങ്ങനെയാണ് സലാം എന്നെ വിളിക്കുന്നത്. കുറച്ച് മീനെടുത്ത് വെച്ചിട്ടുണ്ട്, അളിയൻ വന്നാൽ അതെടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉച്ചയോട് കൂടിയാണ് അവിടെ എത്തിയത്. അപ്പോൾ തൊട്ടടുത്തൊക്കെ ആൾക്കാർ തോട്ടിൽ നിന്നും മീൻ പിടിക്കുന്നുണ്ട്. അതൊക്കെ പരലൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ മീനുള്ള സ്ഥലമാണ്. ഇത് സലാമിൻ്റെ മോൻ യാസിനാണ്. അവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഉച്ചയൊക്കെയായി. ആ പോകുന്ന വഴിയിൽ പയ്യന്മാരൊക്കെ ചൂണ്ടയിടുന്നുണ്ട്, ചിലർ വല വീശുന്നുണ്ട്. നേരെ വീട്ടിലോട്ട് പോയി. അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു, ഊണുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നമ്മുടെ പ്രിയ സലാമിൻ്റെ വൈഫ് നജീന ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു. ഞങ്ങൾ കഴിച്ചു. സലാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കേട്ടോ. ഞങ്ങൾ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും അവനെ കാണാൻ പോകാറില്ല. അതുപോലെ തന്നെ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും അവനും ഞങ്ങളെ കാണാൻ വരാറുണ്ട്. ഞാൻ ഈ വീഡിയോ ഇതൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കുന്നുണ്ട്. ഇതാ മീനിൻ്റെ മുട്ടയാണ് കേട്ടോ, പനഞ്ഞിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ചോറും നല്ല അടിപൊളി മീൻ കറിയും കഴിച്ചു. സലാമ ബിരിയാണിയാണ് കഴിച്ചത്. എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടമല്ല. അങ്ങനെ അടിപൊളി ഊണായിരുന്നു. ഇന്നലെ പിടിച്ച ആ മീൻ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. മീൻ കറി ഉണ്ടായിരുന്നു. സലാമും ഞാനുമായിട്ട് ഒരുപാട് വർഷത്തെ പഴക്കമാണ്. അവൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെല്ലാം അവൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ സലാമിനെ പരിചയപ്പെടുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് അഭിലാഷിൻ്റെ കൂടെയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ സലാമിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ വളരെ സന്തോഷം. ആ കൂട്ടുകാരനെ ആ മീൻ കിട്ടിയപ്പോൾ എന്നെ ഓർത്തു, എന്നെ വിളിച്ചു. ഇത് അവൻ്റെ ഉമ്മയാണ്. സലാമിന് ഒരു മകൾ കൂടിയുണ്ട്, യാസ്മിൻ. മോള് ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വളരെ സന്തോഷം. ഈ ഒരു മീൻ പിടിച്ചപ്പോൾ അവൻ എന്നെയും കൂടി ഓർത്തു. മീൻ തരാൻ വേണ്ടിയിട്ടാണ് അവൻ എന്നെ വിളിച്ചത്. അങ്ങനെ ഇവിടെ എത്തി. ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മഴക്കോട് വന്നു. അപ്പോഴേ അവൻ പറഞ്ഞു, അളിയാ മഴ പെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് തോട്ടിൽ നിന്ന് ലൈവായിട്ട് മീൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മഴ ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവൻ ആ തടയൊക്കെ ഒന്നും കൂടി അവൻ ആ വല കറക്റ്റായിട്ട് കെട്ടി. അതിന് ശേഷമാണ് അവർ വീശുന്നത് കേട്ടോ. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയ വീശക്കം അവൻ കഴിഞ്ഞത് രാവിലെ 6 മണിക്കാണ്. അതിന് ശേഷം ഞാൻ വന്നതിന് ശേഷം വീണ്ടും അവൻ ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ ആദ്യ വീശിൽ തന്നെ നമുക്ക് മീൻ കിട്ടി കേട്ടോ. വലിയ മീനാണ് ഇടുന്നത്. നമ്മളൊക്കെ തോട്ടിൽ നിന്നൊക്കെ ചെറിയ മീനൊക്കെ ഇല്ലേ നമ്മൾ സാധാരണ പിടിക്കാറുള്ളത്. ഇത് പക്ഷേ നല്ല വലുപ്പമുള്ള മീനാണ്. അങ്ങനെ എനിക്ക് ലൈവായിട്ട് കൊണ്ടുപോകാൻ മീനും കിട്ടി. രണ്ട് അടിപൊളി മീനാണ്. രണ്ടാമതൊരു വല എറിഞ്ഞു. പക്ഷേ അതിൽ മീൻ കിട്ടിയില്ല കേട്ടോ. വീണ്ടും എറിഞ്ഞു. അങ്ങനെ കുറച്ച് മീൻ കിട്ടി എനിക്ക്. മഴ ചാറ്റൽ മഴയാണ്. പക്ഷേ നല്ല മഴയാണെങ്കിൽ അവൻ പറഞ്ഞു വെള്ളം ഒരുപാട് കയറും, ഇഷ്ടംപോലെ മീൻ കിട്ടുമെന്നൊക്കെ. കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് വീട്ടിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് എത്തണമായിരുന്നല്ലോ. അതുകൊണ്ട് ഇതിനകത്തും കിട്ടി. ഇതിനകത്ത് ചെറിയ 2 വരാലായിട്ട്. ചെറിയ വരാലായിരുന്നു കേട്ടോ. ചെറുതല്ല, ഒരു കൈയുടെ വലിപ്പമുള്ള വരാലാണ്. 2 വരാൽ കിട്ടി. വളരെ നല്ലൊരു പരിപാടിയൊക്കെ ആയിരുന്നു. ഇത് തഴവയിലാണ് അവൻ താമസിക്കുന്നത്. അപ്പം മീനെല്ലാം സെറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, നാട്ടുമാങ്ങ ഉണ്ടളിയ, നാട്ടുമാങ്ങയും കൊണ്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അവൻ തന്നെ പാവം ആ മരത്തിൻ്റെ കൊതയൊക്കെ കെട്ടി അവൻ തന്നെ കയറി മെഴുതി പറിച്ചൊക്കെ തന്നു. നല്ല നാട്ടുമാങ്ങയായിരുന്നു കേട്ടോ. അവിടെ നിന്നൊരു കാന്താരി മുളകും കൂടെ പറിച്ചിട്ട് ലൈവായിട്ട് കുറച്ച് ഉപ്പും മുളകുപൊടിയും ചേർത്ത് ആ ഒരു മാങ്ങ കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. യാസിനാണ് എനിക്കതെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. അവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തീരുന്നത് വരെ. അവിടെ മീൻ പിടിക്കുന്നത് തൊട്ട് മോൻ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പോകുന്നതിന് മുമ്പ് ഒരു വല ഇവിടെ അവൻ വീശാം, അല്ലെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് വീശി. പക്ഷേ അതിനകത്തുനിന്നും നമുക്ക് 2 മീനെ കിട്ടി. അങ്ങനെ ആ മീനെല്ലാം കൂടെ സെറ്റ് ചെയ്തു. ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇവൻ നമ്മുടെ സുഹൃത്തുക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ് സലാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ അവൻ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ഓടിയെത്തിയത്. വളരെ സന്തോഷമാണ്. അവൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചു. മാങ്ങയും അതുപോലെ തന്നെ അച്ഛനെ പഴിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് കൊലയും വെട്ടി തിന്നവൻ. അച്ഛൻ്റെ വീഡിയോസ് എല്ലാം അവൻ കാണാറുണ്ട്. അങ്ങനെ മാങ്ങയും കൊലയും മീനും ഒക്കെ ആയിട്ട് ഞാൻ തഴവയിൽ നിന്ന് നേരെ വെട്ടിക്കൊലയിലേക്കുള്ള യാത്രയായി. അപ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാരൻ സലാമും അതുപോലെ നല്ല രുചികരമായ ഭക്ഷണമൊക്കെ തന്ന് അവൻ്റെ
വൈഫ് നജീന. അപ്പോൾ താങ്ക് യു സലാമളിയ, വളരെയേറെ സന്തോഷം ഇങ്ങനൊരു മീനൊക്കെ കിട്ടിയപ്പോൾ എന്നെയും കൂടി ഓർത്തതിന്, എന്നെ വിളിച്ചതിന്, വീട്ടിൽ നിന്ന് രുചികരമായ ഭക്ഷണം തന്നതിന്. അപ്പോൾ ഓക്കെ അളിയ, നമുക്ക് വീണ്ടും കാണണം. ഓക്കെ, താങ്ക് യു.